Good morning, dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷനിലെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ഫോർത്ത് മൊഡ്യൂളും കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ആരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളതാണ് പറയുന്നത്. The persons who are in charge of the management of the affairs of a company are termed as directors. They are collectively known as board of directors അല്ലെങ്കിൽ ബോർഡ് എന്നുള്ളതാണ്. അതായത് ഇത്രേ പറയുന്നുള്ളൂ, മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഡയറക്ടർ എന്ന് പറയുന്നത്. ആൻഡ് അവരെ കളക്റ്റീവായിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അഥവാ ബോർഡ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ ആളുകളാവില്ല അവിടെ ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തുണ്ടായിരിക്കും, അവിടെ ഡയറക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെ കളക്റ്റീവായിട്ട് നമ്മൾ എന്തെന്ന് പറയും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കമ്പനി ആക്ട് ഏതാണ്, 2013 ആണ് നമ്മുടെ കമ്പനി ആക്ട് എന്ന് പറയുന്നത്. ഈ കമ്പനി ആക്ട് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചേഞ്ചസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് ഡയറക്ടേഴ്സിന്റെ കാര്യം പറയുന്ന സമയത്ത് അവിടെ ഒരു മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സും ഉണ്ട്. ഈ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു 3 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ഓഫ് കമ്പനീസ് പഠിച്ച സമയത്ത് പല ടൈപ്പ് ഓഫ് കമ്പനീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന 3 1 person കമ്പനി, പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. 1 person കമ്പനിയിൽ ഒരു ഡയറക്ടറും, പ്രൈവറ്റ് കമ്പനിയിൽ 2 ഡയറക്ടറും, പബ്ലിക് കമ്പനിയിൽ 3 ഡയറക്ടറുമാണ് എന്ന് പറയുന്നത് നമ്മുടെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് 1, 2, 3 എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ഓർമ്മിക്കുക. പിന്നെ പറയുന്ന കാര്യമാണ്, ദ കമ്പനി മേ ഹാവ് മാക്സിമം ഓഫ് 15 ഡയറക്ടേഴ്സ്. ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാക്സിമം 15 ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്പനിക്ക് അതിൽ കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് നടത്തണം, ഡയറക്ടേഴ്സിന് അതിൽ കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയും അതിനുശേഷം അവർക്ക് 15 കൂടുതൽ, മാക്സിമം നമ്പറിലും കൂടുതൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. 16, 17, 18 എത്ര വേണമെന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. അടുത്തത് നോക്കുക, ഡയറക്ടേഴ്സ് എന്നുള്ളതാണ്. ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, the person who is appointed for the management of the company. ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആളാണ് എന്ന് പറയുന്നത് ഡയറക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ the director are the brain of a company. ഒരു കമ്പനിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ആരാണ്, ഡയറക്ടർ ആണ്. നമുക്കറിയാം, കമ്പനി എന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലെ. സ്വന്തമായിട്ട് ചിന്തിച്ച് ചെയ്യാനായിട്ട് കഴിവുള്ള ആളാണോ, അല്ല, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഈ ഒരു കമ്പനിക്ക് ബിഹാഫ് ആയി നിന്നുകൊണ്ട് അല്ലെങ്കിൽ കമ്പനി ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നത് ആരാണ്, ഡയറക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി നഷ്ടത്തിലായാലും ലാഭത്തിലായാലും ഒക്കെ ഡയറക്ടേഴ്സിനാണ് വരിക. അതുപോലെ തന്നെ ലാഭനഷ്ടങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, ലാഭം ഉണ്ടാവുന്നത് ഡയറക്ടേഴ്സ് ബ്രില്യന്റ് ആയതുകൊണ്ടാണ്, കമ്പനി ബ്രില്യന്റ് ആയതുകൊണ്ടാണ്. കമ്പനി എന്നുള്ളത് ഒരു എന്താ പറയുന്നത്, ജീവനില്ലാത്ത ഒരാളാണ് അല്ലെ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് കമ്പനിയിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിനെല്ലാം ഉത്തരവാദിത്വം, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്, ഡയറക്ടർക്കാണുള്ളത്. പിന്നെ പറയുന്നതാണ്, they are the team of people elected by company's shareholders to represent the shareholders interest and ensure that, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്താണോ അത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഇലക്ട് ചെയ്യുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളതാണ്. ഒരു ഡയറക്ടറെ നമ്മൾ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, പല രീതികളിൽ നമുക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനിയുടെ ബ്രെയിൻ ആണ്. അത് ഡയറക്ടർ ആർ ദ ബ്രെയിൻ ഓഫ് എ കമ്പനി. ദേ ഒക്കുപൈ എ വെരി ഇമ്പോർട്ടന്റ് പൊസിഷൻ ഇൻ ദ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ സ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻ വഹിക്കുന്നത് ആരാണ്, ആ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നത് ആരാണ്, ഒരു ഡയറക്ടർ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒക്യുപ്പൈ ചെയ്യുന്ന ആളാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിന് മാത്രമേ ഒരു ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആർക്കൊക്കെ പറ്റില്ല,
ഫേം അസോസിയേഷൻ, ഒരു ഫേമിനോ അസോസിയേഷനോ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ആൻഡ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടർ ആൻഡ് അപ്പോയിന്റ്മെന്റ് ഓഫ് സബ്സീക്വന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിലാണ്. ഇവിടെ അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സമയത്ത് തന്നെ, സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ഡയറക്ടറുടെ കാര്യം പറയുമ്പോൾ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ബൈ ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി, രണ്ട് ബൈ ദി സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളതാണ്. ഇവിടെ ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദ പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡയറക്ടറിനെ നോമിനേറ്റ് ചെയ്യുന്നു. ആരാണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ? ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് ആക്കി കൊണ്ടുവരുന്ന ആളാണ് അല്ലെ, അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? ആർട്ടിക്കിൾസിൽ ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? പ്രൊമോട്ടർ ആണ് നമ്മുടെ ഡയറക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് ബൈ ദി സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളതാണ്. എന്താണ്? അതായത് ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സ് ആണെന്ന് പറഞ്ഞല്ലേ. ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഇവര് നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് ആരാണോ അവരായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഡയറക്ടർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അപ്പോയിന്റ്മെന്റ് ഓഫ് സബ്സീക്വന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. സബ്സീക്വന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ അതിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്സ്, by the board of directors, by the third parties, by the principle of proportional representation, by the tribunal അല്ലെങ്കിൽ ഗവൺമെന്റ് എന്നുള്ളതാണ്. ഇവിടെ കമ്പനി ജനറൽ മീറ്റിംഗിൽ ആദ്യത്തെ പറയുന്നത് എന്താണ്? ബൈ ദി കമ്പനി ഇൻ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നുള്ളതാണ്. കമ്പനി ജനറൽ മീറ്റിംഗ് വെക്കുന്ന സമയത്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. രണ്ടാമത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് നടത്താം. എങ്ങനെയൊക്കെ? അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. ഡയറക്ടേഴ്സ് ഇൻ കാഷ്വൽ വേക്കൻസി, അതായത് മരണം കാരണം, ഡെത്ത്, റെസിഗ്നേഷൻ, ഇതിലൂടെയൊക്കെ അവിടെ വേക്കൻസീസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് ആ ഒരു വേക്കൻസിയിലേക്ക് മറ്റുള്ള ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ വേറെ ഒരാളെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ പറയുന്നതാണ് ആൾട്ടർനേറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഒരാൾക്ക് പകരക്കാരനായിട്ട്, അതായത് ഒറിജിനൽ ഡയറക്ടർ ആരാണോ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ വേറെ ഒരാൾ വരിക. അതായത് ഞാനൊരു ഡയറക്ടർ ആയിരുന്നു, എനിക്കൊരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അങ്ങനെ എനിക്ക് പകരം വേറെ ഒരാളെ എന്ത് ചെയ്യുന്നു? ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു വിടുകയാണെങ്കിൽ അവിടെ എന്താ ചെയ്തിട്ടുള്ളത്? എന്റെ ആബ്സെൻസിൽ വേറൊരാളെ ആ ഒരു പൊസിഷനിലേക്ക് പറഞ്ഞു വിടുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ രീതിയിലും ഡയറക്ടേഴ്സിന് ഒരു ബോർഡ് ഓഫ് ഡയറക്ടറിന് വേണമെന്നുണ്ടെങ്കിലും ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത് പറയുന്നതാണ് ബൈ തേർഡ് പാർട്ടീസ് എന്നുള്ളത്. അതായത് ഈ ആർട്ടിക്കിൾസ് പ്രൊവൈഡ്സ്, ആർട്ടിക്കിൾസിൽ ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് പറയുന്ന കാര്യം എന്താണ്? തേർഡ് പാർട്ടീസിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ ആർട്ടിക്കിളിൽ പറയുന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, ബാങ്കേഴ്സിന് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ പറയുന്നതാണ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു 100 ആളുകൾ ഉണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം തീരുമാനിക്കാനായിട്ട് പോവാണ്, ഒരാളെ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 51 പേരും അതിന് പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്തു, അയാൾക്ക് വോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ 49 വോട്ട് എന്ത് ചെയ്തു? ഒരു പ്രയോജനം ഇല്ലാതെ പോയി അല്ലെ. അത് ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. നമുക്ക് കോളേജ് ഇലക്ഷൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോയും ഗേളും എന്ത് ചെയ്യുന്നു? ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 2 വോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 2 വോട്ട് ഉണ്ടാവും അല്ലെ, ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്ത് ഒരു ഗേളിന് വോട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കുള്ള വോട്ട് ഒരു ഗേളിന് വേണമെന്നുണ്ടെങ്കിൽ 2 ഗേൾസിനായിട്ട് ഓരോ വോട്ടുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗേളിനും ഒരു ബോയ്ക്കും കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു വോട്ട് ഒരു 2 ബോയ്സിനായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ വോട്ട് 2 ബോയ്സിന് കൊടുക്കാൻ പറ്റും? ഇല്ല, കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ്? അവിടെ കുറച്ച് ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ കോമ്പറ്റേറ്റീവ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടെ വോട്ടിനും കൂടെ വാല്യൂ ഉള്ള രീതിയിൽ അതിനെ മാറ്റുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ളതാണ്. അങ്ങനെ നമ്മൾ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നത് ബൈ ദി ട്രിബ്യൂണൽ എന്നുള്ളതാണ്. ഗവൺമെന്റിന് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും?
ഇവരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടർ ആൻഡ് അപ്പോയിന്റ്മെന്റ് ഓഫ് സബ്സീക്വന്റ് ഡയറക്ടർ. ഫസ്റ്റ് ഡയറക്ടറിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു ആർട്ടിക്കിൾസിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ മെമ്മോറാണ്ടത്തിലും. പിന്നെ ക്ലാസിഫിക്കേഷൻ വന്നത് എന്താണ്? സബ്സീക്വന്റ് ഡയറക്ടർ ആണ്. അത് 5 രീതിയിലാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് വന്നത്. ആനുവൽ ജനറൽ മീറ്റിംഗ്, ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, തേർഡ് പാർട്ടീസ്, ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ബൈ ദി ട്രിബ്യൂണൽ. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് വുമൻ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളതാണ്. സെക്ഷൻ 149 സബ്സെക്ഷൻ 1 ആരാണ് ഒരു വുമൻ ഡയറക്ടർ എന്നുള്ളതിന് പറയുന്നത്. അതായത് വുമൻ ഡയറക്ടർ എന്ന് പറഞ്ഞാലാണ് ഒരു ലേഡി ആണ് അല്ലെ വുമൻ ഡയറക്ടർ. അതാണ് വുമൻ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതൊരു ചില കമ്പനീസിന്റെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു വുമൻ ഡയറക്ടർ എങ്കിലും ഓർഗനൈസേഷന് വേണം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എവരി ലിസ്റ്റഡ് കമ്പനി, ഏത് ലിസ്റ്റഡ് കമ്പനിയിലും എന്തുണ്ടായിരിക്കണം? ഒരു വുമൻ ഡയറക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എവരി പബ്ലിക് കമ്പനി, എല്ലാ പബ്ലിക് കമ്പനിയിലും വേണം. എങ്ങനെയുള്ള പബ്ലിക് കമ്പനിയിൽ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 100 crore, അതായത് 100 കോടിയുള്ള ഒരു എന്താ പറയുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള പബ്ലിക് കമ്പനിയും അതുപോലെ തന്നെ അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 300 കോടിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? അറ്റ്ലീസ്റ്റ് ഒരു വുമൻ ഡയറക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡയറക്ടർ അതർ ദാൻ മാനേജിംഗ് ഡയറക്ടർ ഓർ ഹോൾ ടൈം ഡയറക്ടർ. ഒരു മാനേജിംഗ് ഡയറക്ടർ അല്ലാത്ത ആളോ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ അല്ലാത്ത ആളോ ആരെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെയും ചില കേസസ് പറയുന്നുണ്ട്. ഇനി താഴെ പറയാനായിട്ട് പോകുന്ന കേസിൽ അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒന്നാമത് പബ്ലിക് കമ്പനി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 100 crore. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. പബ്ലിക് കമ്പനി ടേൺ ഓവർ ഓഫ് 300 crore. എത്രയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 300 കോടിയിൽ ടേൺ ഓവർ ഉള്ളതും 100 കോടി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള കമ്പനീസ്. അതുപോലെ തന്നെ ലോൺ ആൻഡ് ഡിബഞ്ചേഴ്സ് എക്സീഡിംഗ് 15 crore, അതായത് 50 കോടിയിൽ കൂടുതൽ ഡിബഞ്ചേഴ്സും അതുപോലെ തന്നെ ലോണുമുള്ള അതിൽ കൂടുതൽ ലോണും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലും അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. എന്തൊക്കെ പവേഴ്സ് ആണ് അവർക്കുള്ളത്? അതായത് ടു മേക്ക് കോൾസ് ഓൺ ഷെയർസ്, ടു ഇഷ്യൂ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ടു ബോറോ മണി ബോറോ ചെയ്യാനായിട്ട് സാധിക്കും. ടു മേക്ക് ലോൺ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടു ഇൻവെസ്റ്റ് ഫണ്ട്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഫണ്ട്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ട വേക്കൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അമാൽഗമേഷൻ, മെർജർ പോലെയുള്ള കാര്യങ്ങൾ അപ്രൂവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കമ്പനീസിന് പുതിയതായിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ ഒക്കെ സാധിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഡ്യൂട്ടീസ് ആണുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസും അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടീസും. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ, ടു കീപ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം. ആ മെമ്പേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ള രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ വൈൻഡിംഗ് അപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടു കീപ് ഓഫ് മോർട്ടേജസ് ആൻഡ് ചാർജസ്, മോർട്ടേജ് അല്ലെങ്കിൽ ചാർജസ് ഉള്ള രജിസ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ആൻഡ് ജനറൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു എക്സസൈസ് ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ്, ഹി ഷാൾ നോട്ട് അച്ചീവ് എനി or attempt to any undue gain or advantages. അതായത് ഓർഗനൈസേഷനും മറ്റുള്ള മെമ്പേഴ്സും അറിയാതെ ഒരു തരത്തില് ഹിഡൻ ആയിട്ടുള്ള പ്രോഫിറ്റും അദ്ദേഹം എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഗെയിൻ ചെയ്യാനായിട്ട് ചെയ്യരുതെന്നാണ് പറയുന്നത്. പിന്നെ ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ബോർഡ് എൻഷുർ ദാറ്റ് ദി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി ഓഫ് ദി കമ്പനി, കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് എൻഷുർ ചെയ്യണം. ആര്? ഡയറക്ടേഴ്സ് എൻഷുർ ചെയ്യണം എന്ന് പറയുന്നു. നെക്സ്റ്റ് പറയുന്നത്
റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഡയറക്ടേഴ്സിന് എന്തൊക്കെ തരത്തിലുള്ള റൈറ്റ്സുകളാണുള്ളത്? റൈറ്റ് ടു ഗെറ്റ് റെമ്യൂണറേഷൻ, റൈറ്റ് ടു ഡെലിഗേറ്റ് ഡ്യൂട്ടീസ്, റൈറ്റ് ടു റിസീവ് നോട്ടീസ് ഓൺ ബോർഡ് മീറ്റിംഗ്, റൈറ്റ് ടു വോട്ട് അറ്റ് ബോർഡ് മീറ്റിംഗ്, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബോർഡ് മീറ്റിംഗ്, റൈറ്റ് ടു ഹോൾഡ് എനി നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ്. അതായത് റെമ്യൂണറേഷൻ, ശമ്പളം മേടിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, എന്തെങ്കിലും ഡ്യൂട്ടീസ് മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബോർഡ് മീറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടീസ് റിസീവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, ബോർഡ് മീറ്റിംഗിൽ നമുക്ക് എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, ബോർഡ് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, എത്ര ഡയറക്ടർഷിപ്പ് വേണമെന്നുണ്ടെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റും ആർക്കുണ്ട്? നമ്മുടെ ഡയറക്ടേഴ്സിന് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് എന്തൊക്കെയാണ് ഒരു ഡയറക്ടറുടെ ലീഗൽ ആയിട്ടുള്ള പൊസിഷൻസ്, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ റോളുകളാണ് ഒരു ഡയറക്ടർ വഹിക്കുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ഡയറക്ടർ അല്ലാതെ വേറെയും ചില റോളുകൾ പ്ലേ ചെയ്യുന്ന ആളാണ്, അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ലീഗൽ പൊസിഷൻസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ചില സമയത്ത് ഒരു ഡയറക്ടർ ഏജന്റ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റി ആയിട്ട്, മാനേജിങ് ഡയറക്ടർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡയറക്ടർ അല്ലാതെ വേറെയും ചില റോളുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? ഡയറക്ടർ ഹാസ് ആൻ ഏജന്റ്, ഡയറക്ടർ ഹാസ് ട്രസ്റ്റി, ഡയറക്ടർ ഹാസ് എംപ്ലോയി, ഡയറക്ടർ ഹാസ് മാനേജിംഗ് പാർട്ട്ണർ, ഓഫീസേഴ്സ്, കീ മാനേജറിയൽ പേഴ്സൺ, ഓഫീസർ ഇൻ ഡിഫാൾട്ട്. ഇതെല്ലാം എന്താണ്? ഒരു ഡയറക്ടർ ഹോൾഡ് ചെയ്യുന്ന മറ്റ് പൊസിഷൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ റോളുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്ടർ കൂടാതെ ഒരു ഏജന്റ് ആണ്, ഒരു ട്രസ്റ്റി ആണ്, ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ആണ്, ഒരു മാനേജിംഗ് പാർട്ട്ണർ ആണ്, കീ മാനേജറിയൽ പേഴ്സൺ ആണ്, ഓഫീസേഴ്സ് ആണ്, അതുപോലെ തന്നെ ഓഫീസർ ആണ്, അല്ലെങ്കിൽ ഓഫീസർ ഇൻ ഡിഫാൾട്ട്, അതായത് ഒരാളില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് ആ ഒരു വർക്ക് ചെയ്യേണ്ട ആളും കൂടിയാണ് ആരെന്ന് പറയുന്നത്, ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. അതെന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ഒരു മീനിങ് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. ഡയറക്ടർ കൂടാതെ ആര് കൂടിയാണ്? ഈ പറയുന്ന ചില പൊസിഷൻസ് കൂടെ ഹോൾഡ് ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അടുത്തത് പറയുന്നത് ക്വാളിഫിക്കേഷൻസ് ഓഫ് ഡയറക്ടർ. എന്താണ് ഒരു ഡയറക്ടർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്നുള്ളതാണ്. ഇൻ കമ്പനി ആക്ട് 2030 does not lay down any particular qualification for a director. അതായത് നമ്മുടെ കമ്പനി ആക്ട് പ്രകാരം ഒരു ഡയറക്ടർക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണം എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ചട്ടക്കൂടും കാര്യങ്ങളൊന്നുമില്ല, ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയുന്നില്ല. എന്നാലും ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട് താനും, അതെന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ക്വാളിഫിക്കേഷൻസ് പറയുന്ന സമയത്ത് നോക്കുക, ഡയറക്ടർ ഷുഡ് പോസസ് എ വെറൈറ്റി ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് വൈൽ ബീങ് എ പ്രൊഫഷണൽ വിത്ത് ആൻ എത്തിക്കൽ മൈൻഡ്. അതായത് ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് മാത്രം നോളജ് ഉള്ള ആളാവരുത്, വെറൈറ്റി ഓഫ് നോളജും എക്സ്പീരിയൻസും ഉള്ള ആളായിരിക്കണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഡയറക്ടർ ആവാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ഈ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് പഠിച്ചെടുക്കാൻ പോലും മനസ്സിലാത്ത ആളാവാൻ പാടില്ല ആരെന്ന് പറയുന്നത്, ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്ടർ ഷുഡ് ഹാവ് ഇനഫ് ടൈം ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ് എഫിഷ്യൻ്റ്ലി. അതായത് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം അദ്ദേഹത്തിന് ഇനഫ് ആയിട്ട്, അതായത് അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരിക്കണം. അതായത് ബിസിനസ്സിലായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രിഫറൻസ്. ഫസ്റ്റ് പ്രിഫറൻസിൽ അദ്ദേഹത്തിന്റെ പ്രിഫറൻസുകളിൽ ഫസ്റ്റ് വരേണ്ടത് എന്താണ്? ഓർഗനൈസേഷൻ ആണ് വരേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങളല്ല. എനിക്കിത് ചെയ്തിട്ട് ഞാൻ അത് ചെയ്യാം എന്ന് പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള, പെർഫോം ചെയ്യാനായിട്ടുള്ള ഇനഫ് ടൈം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. എന്താണ് ഡയറക്ടേഴ്സിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്? അൺസൗണ്ട് മൈൻഡ് ആവാനായിട്ട് പാടില്ല, ഇൻസോൾവെന്റ് ആവാനായിട്ട് പാടില്ല, അതുപോലെ തന്നെ DIN അതെന്താന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. അത് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ, ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. അതില്ലാത്ത ആൾക്ക് ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വേണം, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻസ് ആർക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ആർട്ടിക്കിളിൽ ആഡ് ചെയ്യാനായിട്ടും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി DIN നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. എന്താണ് ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 8 ഡിജിറ്റ് നമ്പർ ഉള്ള, ഒരു ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള ഒരു നമ്പറാണ്. ത്രൂ DIN ഡീറ്റെയിൽസ് ആർ മെയിൻറ്റെയിൻഡ് ഇൻ ദ ഡാറ്റാബേസ്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ പറയുന്നത്, ഒരു ഡയറക്ടറായിട്ട് നമുക്ക് ജോലി വേണം, അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ
നമുക്ക് എന്തുണ്ടായിരിക്കണം, ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള നമ്പർ ഉണ്ടായിരിക്കണം, ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞല്ലേ, ഇനി റിമൂവലിനെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. ഇങ്ങനെ ഒരാളെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ ഓർഗനൈസേഷനിൽ നിന്ന് മാറ്റി നിർത്താം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതിന് മൂന്ന് ആളുകൾക്ക് അല്ലെങ്കിൽ 3 രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. റിമൂവൽ ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്, റിമൂവൽ ബൈ ദി ട്രിബ്യൂണൽ, റിമൂവൽ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഷെയർ ഹോൾഡേഴ്സിന്, ട്രിബ്യൂണലിന്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്, അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു 5 വർഷം എന്നുള്ളതൊക്കെയാണ് കാലാവധി എങ്കിൽ 5 വർഷമായിട്ടില്ല, 3 വർഷമേ ആയിട്ടുള്ളൂ. ആ ഒരു കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട്, ഷെയർ ഹോൾഡേഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് റിമൂവൽ ബൈ ദി ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ റിമൂവ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ദ ട്രിബ്യൂണൽ ഈസ് ആൾസോ അതോറിറ്റി ടു റിമൂവ് ദ ഡയറക്ടേഴ്സ് ഓൺ ആൻ ആപ്ലിക്കേഷൻ ഫോർ പ്രിവെൻഷൻ ഓഫ് മിസ്മാനേജ്മെന്റ്. അതായത് മിസ്മാനേജ്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിബ്യൂണൽ എന്ത് ചെയ്യുന്നത്, ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നത്. അതിനുള്ള അധികാരം ആർക്കുണ്ട്, ഒരു ട്രിബ്യൂണലിനുണ്ട്. മൂന്നാമത് പറയുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ഏത് സാഹചര്യത്തിലാണ് റിമൂവ് ചെയ്യുക, അതായത് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്തെങ്കിലും തരത്തിൽ ഇല്ലീഗൽ ആയിട്ടുള്ള, അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് സെൻട്രൽ ഗവൺമെന്റിനും ഉണ്ട് എന്ന് പറയുന്നു. നെക്സ്റ്റ്, റെസ്ട്രിക്ഷൻസ് ഓൺ ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന് മേലെ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണുള്ളത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് പറയുന്ന സമയത്ത് അവിടെ നോ ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് എന്നാണ് പറയുന്നത്. അവിടെ എന്തില്ല, ഒരു പ്രായത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഡയറക്ടർ ആവാനായിട്ട് പറ്റൂ എന്ന് പറയുന്നില്ല. ആർക്കും ചെയ്യാം, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഡയറക്ടർ ആവാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ്. അതായത് ഒരു ഡയറക്ടർക്ക് എത്ര ഡയറക്ടർ ആവാനായിട്ട് പറ്റും, എത്രയ്ക്ക് 1, 2, 3 ഓർഗനൈസേഷനിലൊക്കെ ഡയറക്ടർ ആവാനായിട്ട് പറ്റും, ആ ലിമിറ്റ് പറയുന്നുണ്ട്. ഒരു ഡയറക്ടർക്ക് 20-ൽ കൂടുതൽ കമ്പനീസ് ഒരേ സമയം എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല. എ പേഴ്സൺ കാനോട്ട് ബിക്കം ഡയറക്ടർ ഇൻ മോർ ദാൻ 20 കമ്പനീസ് അറ്റ് വൺ ടൈം എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇനി അതൊരു പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 10 കമ്പനിയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, അസൈൻമെന്റ് ഓഫ് ഓഫീസ്. എ ഡയറക്ടർ കാനോട്ട് അസൈൻ ഓർ ട്രാൻസ്ഫർ ഹിസ് ഓഫീസ് ഇൻ ഫേവർ ഓഫ് എനി വൺ. ആരുടെയും ഫേവറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, ഇപ്പൊ ഞാനൊരു ഡയറക്ടർ ആണ്, എനിക്കിപ്പോൾ എടക്കര വരുന്നതിനേക്കാളും എനിക്ക് സുഖം പാലുണ്ട വരെ വരുന്നതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഓഫീസ് ഇടാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്താ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. എവിടെയാണ് ഓഫീസ് ഉള്ളത് അവിടെ പോയി ഞാൻ വർക്ക് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. If a director is having interest in any contract entered into or to be entered into on behalf of the company, he bound to disclose his interest through a notice to the board of directors. അതായത് ഞാനൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലാഭം അതിനകത്ത് നിന്ന് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കണം അല്ലെങ്കിൽ കമ്പനിയെ അറിയിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ പറഞ്ഞല്ലേ, ഒരു ഡയറക്ടർക്ക് 1-ൽ കൂടുതൽ കമ്പനികളിൽ അല്ലെങ്കിൽ ഒരു 20 കമ്പനികളിലൊക്കെ ഡയറക്ടർ ആവാനായിട്ട് ഡയറക്ടർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഡയറക്ടർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ഡയറക്ടർ ആയിട്ട് വരുന്ന ഒരു സിമെന്റ് മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് എനിക്ക് എന്ത് കൊണ്ടുവരണം, സിമെന്റ് കൊണ്ടുവരണം അല്ലെ. അപ്പൊ എന്താണ്, ഞാനത് എൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ, ഞാൻ ഡയറക്ടർ ആയിട്ടുള്ള എൻ്റെ കമ്പനിയിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടാനുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതൊരു നോട്ടീസിലൂടെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സിമെന്റ് കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്ന് കുറച്ച് ലാഭം കിട്ടാനുണ്ട്, എൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ അവിടെ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ലോൺ എന്ന് പറയുന്നത്. നോ ഡയറക്ടർ ഷാൾ ഒബ്റ്റെയിൻ എനി ലോൺ ഫ്രം ദ കമ്പനി വിതൗട്ട് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ മുൻകൂട്ടി അനുവാദമില്ലാതെ, പ്രീവിയസ് അപ്രൂവൽ ഇല്ലാതെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഒരു ലോൺ എമൗണ്ടും ഞാൻ എടുക്കാനായിട്ട് സാധിക്കില്ല, എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഒരു ഡയറക്ടറുടെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. 3 തരത്തിലുള്ള ലയബിലിറ്റീസ് ആണ് ഒരു ഡയറക്ടറിന് വരുന്നത്. ലയബിലിറ്റി ടു ദ ഔട്ട്സൈഡേഴ്സ്, ലയബിലിറ്റി ടു ദ കമ്പനി, ക്രിമിനൽ ലയബിലിറ്റി. ഇതിൽ ലയബിലിറ്റീസ് ടു ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതിന് മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഡയറക്ടേഴ്സിന്റെ പൊസിഷൻസ് അല്ലെങ്കിൽ റോള് പഠിച്ച സമയത്ത് ലീഗൽ പൊസിഷൻസ് നോക്കിയ സമയത്ത് ഒരു ഏജന്റ് ആണ്, എംപ്ലോയി ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിലൊരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഹാസ് ആൻ ഏജന്റ്, ഒരു ഡയറക്ടർ ഏജന്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്താണ് അവിടെ പറയുന്നത്? ഇഫ് ദ ഡയറക്ടേഴ്സ് entered into any contract with any outsider in their personal name, they will be held personally responsible to complete the contract. അതായത് ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ നെയിം ഉപയോഗിച്ചിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു പേഴ്സന്റെ ലയബിലിറ്റി ആണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതാണ് ആസ് എൻ ഏജന്റിൽ പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അൾട്രാ വൈറസ് കോൺട്രാക്റ്റിലാണ് അറിഞ്ഞുകൊണ്ട് അൾട്രാ വൈറസ് കോൺട്രാക്റ്റുകളിൽ എൻറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ള പാർട്ടീസിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ടാണ് പറയുന്നത്? ഒരു ഏജന്റിന്റെ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് പറയുന്നത്. ഒരു ഏജന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് മിസ്ലീഡിംഗ് പ്രോസ്പെക്ടേഴ്സ്. ഈ മിസ്ലീഡിംഗ് പ്രോസ്പെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് പ്രോസ്പെക്ടേഴ്സ് കിട്ടുന്ന ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ആ ഒരു പ്രോസ്പെക്ടേഴ്സ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെക്ടേഴ്സ് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? ഒരു ഡയറക്ടറെയാണ്. അത് ചെയ്യാതെയാണ് അദ്ദേഹം അത് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് തെറ്റ് വരുമല്ലേ. അപ്പോൾ അതിനകത്ത് അൺട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരികയും ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ആ പ്രോസ്പെക്ടേഴ്സ് യൂസ് ചെയ്ത ആൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് കാരണം വരികയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്ന ലാഭനഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അവർക്ക് സംഭവിച്ച നഷ്ടം മീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ലയബിലിറ്റി ആരുടെയാണ്? ഒരു ഡയറക്ടറെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വിത്ത് റിഗാർഡ് ടു അലോട്ട്മെന്റ് എന്നുള്ളതാണ്. ഇഫ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് നോട്ട് റിസീവ്ഡ്, റീപേ ദ മണി വിത്തിൻ 15 days ആൻഡ് ആഫ്റ്റർ ദാറ്റ് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് 50% per annum. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ മുഴുവനായിട്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു 15 ദിവസത്തിനുള്ളിൽ റീപേ ചെയ്യുകയും അതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 15% ഇൻട്രസ്റ്റ് പേ ചെയ്യുകയും വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഔട്ട്സൈഡേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആസ് ആൻ ഏജന്റ് മിസ്ലീഡിംഗ് പ്രോസ്പെക്ടേഴ്സ് വിത്ത് റിഗാർഡ് ടു അലോട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് ലയബിലിറ്റി ടു ദ കമ്പനിയിലുള്ള ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന്റെ കമ്പനിയിലേക്ക് വരുന്ന ലയബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിലൊന്ന് പറയുന്നത് അൾട്രാ വൈറസ് ആക്ട്സ് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ അൾട്രാ വൈറസ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ ഒരു ഡയറക്ടർ എൻറ്റർ ചെയ്യുകയും ഇത് കാരണം കമ്പനിക്ക് എന്തെങ്കിലും ലോസ് സഫർ ചെയ്യുകയുമാണ് എന്നുണ്ടെങ്കിൽ അതിന് ലയബിൾ ആയിട്ടുള്ള ആരാണ്? ഡയറക്ടറാണ് ലയബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി, യൂസസ് ഓഫ് കമ്പനി പ്രോപ്പർട്ടി ഫോർ ദ പേഴ്സണൽ യൂസ്, പേഴ്സണൽ യൂസിന് കമ്പനിയുടെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുക. നെഗ്ലിജൻസ്, ഫെയിൽ ടു എക്സസൈസ് റീസണബിൾ കെയർ, അതായത് നമ്മൾ കൊടുക്കേണ്ട ഒരു അറ്റൻഷൻ കൊടുക്കാതെ ഒരു കാര്യം ചെയ്യുകയാണ്, അത് നല്ല രീതിയിൽ സംഭവിച്ചില്ല അല്ലെങ്കിൽ അത് ഫെയിൽ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ലയബിലിറ്റി ആർക്കാണ് വരുന്നത്? ഒരു ഡയറക്ടർക്ക് തന്നെയാണ് അതിന്റെ ലയബിലിറ്റീസ് വരുന്നത്. നെക്സ്റ്റ് മലഫൈഡ് ആക്ട്സ്, എക്സസൈസ് പവർ ഡിസ്ഹോണസ്റ്റ്ലി, അതായത് ഒട്ടും സത്യസന്ധമല്ലാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പവർ ഡയറക്ടറുടെ പവർ യൂസ് ചെയ്യുന്നു. അതിനകത്തൊരു കാര്യം പറയുന്നത് അലോട്ട്മെന്റ് ഷെയർ വിത്തൗട്ട് മിനിമം സബ്സ്ക്രിപ്ഷൻസ്, മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയർ അലോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ക്രിമിനൽ ലയബിലിറ്റീസ് മൂന്നാമത്തേതാണ് ലയബിലിറ്റീസിൽ പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റീസ്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന കാര്യങ്ങളാണ് ക്രിമിനൽ ലയബിലിറ്റീസ് ആയിട്ട് വരുന്നത്. Following are some of the cases where the director shall be criminally liable. First one, if the prospectus contain an untrue statement. പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും തരത്തിലുള്ള untrue statements ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ the application money on shares is not deposited in a scheduled bank. നമ്മുടെ ആപ്ലിക്കേഷൻ മണി, ഷെയർസിന്റെ ആപ്ലിക്കേഷൻ മണി നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡയറക്ടർ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ
റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് ഈസ് നോട്ട് ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ. രജിസ്ട്രാറുമായിട്ട് റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് നമ്മൾ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ മെമ്പേഴ്സിന്റെ ഒക്കെ രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ DIN ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, ഇതൊക്കെ എന്താണ്, ഒരു ഡയറക്ടറുടെ ലയബിലിറ്റീസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കീ മാനേജീരിയൽ പേഴ്സൺ എന്ന് പറയുന്നത്. കീ മാനേജീരിയൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നോക്കുക, the chief executive officer or the managing director or the manager, the company secretary, the whole-time director, the chief financial officer, such other officers as may be prescribed. അപ്പോൾ CEO, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഇവരൊക്കെയാണെന്ന് പറയുന്നത് നമ്മുടെ കീ മാനേജീരിയൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ഓരോന്നും നമ്മൾ എന്താന്നുള്ളത് നോക്കുകയാണ്. ഫസ്റ്റ് MD അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആരാണെന്നുള്ളതാണ് പറയുന്നത്. നോക്കുക, MD ഈസ് ദ ഹെഡ് ഓഫ് ദി കമ്പനി. MD എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ കമ്പനിയുടെ ഹെഡ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് മെക്കാനിസം, എന്താണ്, ഒരു ഡിസിഷൻ മേക്കിംഗ് മെക്കാനിസം ആണ് ആരെന്ന് പറയുന്നത്, MD എന്ന് പറയുന്നത്. ഹി ഈസ് എ ഫുൾ ടൈം എക്സിക്യൂട്ടീവ് ഓഫ് ദ കമ്പനി, അതായത് ഫുൾ ടൈം, അതായത് മുഴുവൻ സമയവും ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, MD എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്, അതുകൊണ്ടാണ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. മുഴുവൻ ദിവസവും അല്ലെങ്കിൽ മുഴുവനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആളാണ് ആരെന്ന് പറയുന്നത്, MD. അതുപോലെ തന്നെ ഹി ഈസ് ആൾസോ കൺസിഡർഡ് ടു ബി ദ ചീഫ് എക്സിക്യൂട്ടീവ്, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടും കൂടി അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഹീസ് ബോത്ത് എ ഡയറക്ടർ ആൻഡ് മാനേജർ ഓഫ് ദി കമ്പനി, ഒരു കമ്പനിയിലെ ഒരു മാനേജറും അതുപോലെ തന്നെ ആരുമാണ്, ഒരു ഡയറക്ടറുമാണ് MD എന്ന് പറയുന്നത്. ആൻഡ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല, അതുപോലെ തന്നെ മോട്ടിവേഷണൽ റോളും ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് മോട്ടീവ് ആയിട്ടുള്ള ഒരാളും കൂടി ആയിരിക്കും ആര്, ഒരു MD എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആളായിരിക്കും MD ആയിട്ട് വരുന്നത്. ഹോൾ ടൈം ഡയറക്ടർ ആരാണ്, ഒരു ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോൾ ടൈം ഡയറക്ടർ ഈസ് ആൻ എംപ്ലോയി ഡയറക്ടർ വിത്ത് ദി കമ്പനി. ഹി ഡസ് നോട്ട് എക്സസൈസ് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് ഓഫ് ദി മാനേജ്മെന്റ് ബട്ട് പെർഫോം ഇമ്പോർട്ടന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ്. ഹോൾ ടൈം ഡയറക്ടർ മീൻസ് എ പേഴ്സൺ ഇൻ ദ ഹോൾ ടൈം എംപ്ലോയ്മെന്റ് ഓഫ് ദി കമ്പനി, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഹോൾ ടൈം ആയിട്ട്, അതായത് മാനേജിംഗ് ഡയറക്ടർ ഫുൾ ടൈം എംപ്ലോയി ആണെന്ന് പറഞ്ഞല്ലേ, ഇവിടെ ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത് മുഴുവൻ സമയവും ഓർഗനൈസേഷനിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാവില്ല ഒരു ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത്. എല്ലാ സമയത്തും ഉണ്ടാവില്ല, എങ്കിൽ പോലും കുറച്ച് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പവേഴ്സ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്നത് ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് മാനേജർ എന്ന് പറയുന്നത്. ആൻഡ് ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഒരു ഡയറക്ടർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഡയറക്ടർ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് വരുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹവും എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള പവേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് മാനേജർ എന്ന് പറയുന്നത്. ഇനി പറയാനായിട്ട് പോകുന്നത് CEO, CFO, കമ്പനി സെക്രട്ടറി എന്നുള്ളതാണ്. അത് ഈ CEO, CFO, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന സമയത്ത് അതിനൊരു പ്രത്യേകം ഡെഫിനേഷനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനോ കൊടുക്കുന്നില്ല. അതായത് എന്താണ് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്യേണ്ട ഡ്യൂട്ടി, അത് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാൾ. അല്ലെങ്കിൽ CFO, എന്താണ് CFO ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്താണോ അതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാൾ. അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന സമയത്ത് കമ്പനി സെക്രട്ടറി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ ആ ഒരു ജോലി ചെയ്യാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ആളുകളാണ് നമ്മുടെ മാനേജീരിയൽ പേഴ്സണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാനേജീരിയൽ റെമ്യൂണറേഷൻ ആണ്. ഈ മാനേജീരിയൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും 11%, അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനെ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിലെ നെറ്റ് പ്രോഫിറ്റിനെ 11% കൂടാനായിട്ട് പാടില്ല. അതാണ് മാനേജീരിയൽ റെമ്യൂണറേഷൻ എന്നുള്ളതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് ഓഫ് MD, ഹോൾ ടൈം ഡയറക്ടർ, മാനേജർ ആണ് പറയുന്നത്. കമ്പനി ഷാൾ നോട്ട് അപ്പോയിന്റ് മാനേജർ ഓർ MD അറ്റ് ദ സെയിം ടൈം. കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു മാനേജറിനെയും അതുപോലെ തന്നെ MDയെയും ഒരേ സമയത്ത് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നത്, ബിലോ ദ ഏജ് ഓഫ് 21 ഓർ അറ്റൈൻ 17, അതായത് 21 വയസ്സ് ആയിട്ടില്ലാത്ത ആളും 70 വയസ്സിന് മുകളിൽ ആൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡയറക്ടർ ആവാനായിട്ട് സാധിക്കില്ല. അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്, അതായത് ഇൻസോൾവെന്റ് ആയിട്ട്
ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല. നോൺ റെസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ റെസിഡന്റ് അല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ടർ ആവാനായിട്ട് എന്നല്ല, MD, ഹോൾ ടൈം ഡയറക്ടർ, മാനേജർ ആവാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടില്ല എന്നല്ല, അവരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് is a system of rules, practice and processes by which a company is directed and controlled. A set of systems, processes and principles that a company is governed in the best interest of all stakeholders. അതായത് ഒരു കമ്പനി എങ്ങനെ ഡയറക്റ്റ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യപ്പെടണം എന്നുള്ളതിന്റെ അല്ലെങ്കിൽ എങ്ങനെ പോയാൽ നമ്മുടെ കമ്പനി സക്സസ് ആകും എന്നുള്ളതിന്റെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ പ്രാക്ടീസസ്, പ്രോസസ്സിനെയൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് കാണിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റിനെ, അതായത് ഒരു കമ്പനിയെ എങ്ങനെ ഗവേൺ ചെയ്യാം, നല്ല രീതിയിൽ നയിക്കാം എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സ്ട്രക്ചർ, ഗ്രോയിങ് നമ്പർ ഓഫ് സ്കാംസ്, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം ദ മാനേജ്മെന്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഗ്ലോബലൈസേഷൻ, സെബി റൂൾസ് മെയ്ഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പൽസറി, ടേക്ക് ഓവർ ആൻഡ് മെർജർ എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ കാരണമാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് നിലവിൽ വരേണ്ടതിന്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് ഗ്രോയിങ് നമ്പർ ഓഫ് സ്കാംസ്, കൂടി വരുന്ന സ്കാം എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അഴിമതി കാണിക്കുക, കള്ളത്തരങ്ങൾ എന്നുള്ള മീനിങ് ആണ് ഗ്രോയിങ് നമ്പർ ഓഫ് സ്കാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഫെയർനെസ്, ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഷെയർ ഹോൾഡേഴ്സ്, എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു റെക്കഗ്നൈസ് ദ റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, എന്തൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുക. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കേട്ടോ, ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ. ട്രാൻസ്പെറൻസി, ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ്, ഇതിനെക്കുറിച്ചെല്ലാം എല്ലാ ട്രാൻസ്പെറൻസിയും വേണം, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അക്കൗണ്ടബിലിറ്റി, ദ ബോർഡ് അക്കൗണ്ടബിൾ ടു ദ കമ്പനി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരോട് അക്കൗണ്ടബിൾ ആണ്? നമ്മുടെ കമ്പനിയോടും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനോടും അക്കൗണ്ടബിൾ ആണെന്നുള്ളത് പറയുന്നു. നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്? പ്രൊവൈഡ് സ്ട്രക്ചർ ടു അറ്റൈൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എൻഷുർ കോർപ്പറേറ്റ് സക്സസ് ആൻഡ് എക്കണോമിക്കൽ ഗ്രോത്തും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സക്സസും എൻഷുർ ചെയ്യുന്നുണ്ട്. ഇറ്റ് മിനിമൈസ് വേസ്റ്റേജ്, റിസ്ക്, കറപ്ഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റേജും റിസ്ക്കും കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്, ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി നല്ല രീതിയിൽ പോകുന്നതിനെ കുറിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണല്ലേ. അപ്പോൾ ഒരു കമ്പനി നല്ല രീതിയിൽ പോവുകയാണ്, ഇത് ഫോളോ ചെയ്ത് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്ത് നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കൂടും എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ നമ്മുടെ കമ്പനിയിലേക്ക് വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. കമ്പനി റൈസ് ക്യാപിറ്റൽ എഫിഷ്യൻസി, എഫക്റ്റീവ്ലി, അതായത് എന്താണ്, എഫക്റ്റീവായിട്ട് നമുക്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിലൂടെ? നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിലൂടെ. നെക്സ്റ്റ് പറയുന്നത് ഇതൊരു ഹെഡിങ് തന്നെയാണ്, അതായത് ഇത്രയേ ഉള്ളൂ. അതായത് സെബി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കമ്പനീസിന്റെ പേരുകൾ എവിടെ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് വേണം എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നതാണ് ദ ബോർഡ് വിൽ ലേ ഡൗൺ കോഡ് ഓഫ് കോണ്ടാക്ട് ഫോർ ദ ഓൾ ബോർഡ് മെമ്പേഴ്സ്. നെക്സ്റ്റ്, CEO and CFO will certify financial statement. Company use different form that prescribed in accounting standard. It disclose in financial statement. Money is raised to public issue. Disclose the use of application of fund. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓരോ ബോർഡ് മെമ്പേഴ്സും എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം,
പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ആദ്യത്തെ പോയിന്റിൽ. നെക്സ്റ്റ് പറയുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സിഇഒ ആൻഡ് CFO ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. Next, company used different form of prescribed in accounting standard it disclosed in financial statement. ഡിഫറെന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മണി ഈസ് റൈസ് ടു പബ്ലിക് ഇഷ്യൂ ഡിസ്ക്ലോസ് ദ യൂസസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അതായത് നമ്മുടെ കമ്പനി പബ്ലിക് ഇഷ്യൂയിലൂടെയാണ് മണി റൈസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ഇതിന് മുന്നേ പല സബ്ജക്റ്റിലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു കോർപ്പറേറ്റിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ കമ്പനീസ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ് കമ്പനീസ് എക്സ്പ്രസ് ദിസ്. അതായത് എങ്ങനെയാണ് കമ്പനി ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് പറഞ്ഞത് ത്രൂ ദെയർ വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ റിഡക്ഷൻ പ്രോസസ്. അതായത് വേസ്റ്റ് അതുപോലെ തന്നെ പൊല്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റത്തെ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ബൈ കോൺട്രിബ്യൂട്ടിംഗ് എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ പ്രോഗ്രാംസ്. അതായത് എന്ന് പറയുന്ന സ്കൂളുകൾ അതുപോലെ തന്നെ ചില സോഷ്യൽ പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. ബൈ ഏർണിംഗ് ആഡിക്വേറ്റ് റിട്ടേൺസ് ഓൺ എംപ്ലോയിഡ് റിസോഴ്സസ്. ഈ നമ്മൾ ഈ അതായത് സമൂഹത്തിന് നന്മയുണ്ടാകുന്ന രീതിയിൽ സ്കൂളുകളോ അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പോർട്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആക്ടിവിറ്റീസ് പറയുമ്പോൾ അത് മനസ്സിലാവും. ആക്ടിവിറ്റീസ് അണ്ടർ CSR എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാഡിക്കേഷൻ ഹയർ പോവേർട്ടി എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതായത് പട്ടിണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട്. അതേപോലെ തന്നെ പ്രൊമോട്ടിങ് എഡ്യൂക്കേഷനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ടിങ് ജെൻഡർ ഇക്വാലിറ്റി, എംപവറിംഗ് വുമൻ, സെറ്റിംഗ് അപ്പ് ഹോംസ് ആൻഡ് ഹോസ്റ്റൽസ് ഫോർ ദ വുമൻ ആൻഡ് ഓർഫൻസ്. അതായത് ലേഡീസിനും അതുപോലെ തന്നെ അനാഥരായിട്ടുള്ള ആളുകൾക്കും എന്തോ ഹോസ്റ്റൽസ് ഒക്കെ നമ്മൾ അവരെ എംപവർ ചെയ്യാനായിട്ട് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ കമ്പനീസ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നു. ആ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. എൻഷുറിംഗ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, ട്രെയിനിങ് ടു പ്രൊമോട്ട് റൂറൽ സ്പോർട്സ്, റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ അല്ലെങ്കിൽ CSRന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെബി ആണ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992. ഈ സെബി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 1988 സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെബി പ്രൊമോട്ട് ഓർഡർലി ആൻഡ് ഹെൽത്തി ഡെവലപ്മെന്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബി വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ റീസൺസ്, സെബി വരാനായിട്ടുള്ള കാരണങ്ങൾ? റീസൺസ് ടു ഫോം സെബി: മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസ്, ഇൻസൈഡർ ട്രേഡിംഗ്, ലാക്ക് ഓഫ് ഫെയർ ഡീലിംഗ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സ്. അതായത് ഇൻസൈഡർ ട്രേഡിംഗ് കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇൻസൈഡർ ട്രേഡിംഗ് കാരണമാണ് വരുന്നത്. അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫെയർ ഡീലിംഗ്സ്, നല്ല രീതിയിലുള്ള ഫെയർ ആയിട്ടുള്ള ഡീലിംഗ്സ് ഇല്ലാത്തത് കാരണം ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ ബ്രോക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ സെബി എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് സെബി ആണ്. എന്തൊക്കെയാണ് സെബിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. എന്താണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്. To regulating the business of stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് അല്ലെങ്കിൽ ആ ബിസിനസ്സുകളെ റെഗുലേറ്റ് ചെയ്യുക. പ്രൊഹിബിറ്റിംഗ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെ പ്രൊഹിബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്യുക. ഇൻവെസ്റ്റേഴ്സിന് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. എന്നതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെബിയുടെ മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് സെബി. The administrative head office of SEBI is at Mumbai. മുംബൈയിലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് സെബിയുടെ. അതുപോലെ തന്നെ 4 റീജിയണൽ ഓഫീസസ് ആണ് വരുന്നത് സെബിക്ക്. ഡൽഹിയിലും ചെന്നൈയിലും കൊൽക്കത്ത അതുപോലെ തന്നെ അഹമ്മദാബാദിലും 4 റീജിയണൽ ഓഫീസസ് ആണ് വരുന്നത്. ഇവിടെ 6 മെമ്പേഴ്സ് ആണ് സെബിയുടെ മാനേജ്മെന്റ് ബോർഡിൽ ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് ചെയർമാൻ ആണ്.
നെക്സ്റ്റ് 2 members ഫ്രം ദ മിനിസ്റ്ററി ഓഫ് ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫേഴ്സ്. മിനിസ്റ്ററി ഓഫ് ഫിനാൻസിൽ നിന്ന് കോർപ്പറേറ്റ് അഫേഴ്സിൽ നിന്നും ഒരു 2 members ഉണ്ടായിരിക്കും. 1 nominee ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നായിരിക്കും ഒരു നോമിനി ഉണ്ടാവുക. അതുപോലെ തന്നെ others by the മിനിസ്റ്ററി ഓഫ് ഫിനാൻസ്. മിനിസ്റ്ററി ഓഫ് ഫിനാൻസിൽ നിന്ന് മറ്റുള്ള മെമ്പേഴ്സും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ സെബിയുടെ പവേഴ്സ് എന്ന് പറയുന്നത്? പവേഴ്സ് ഓഫ് സെബി: call for periodical returns from the stock exchange, to grant recognition to stock exchange, to grant registration to the intermediaries, to give direction to the stock exchange, withdrawal of recognition of stock exchange. അതായത് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇന്റർമീഡിയറീസിന് രജിസ്ട്രേഷൻസ് ഗ്രാന്റ് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് പറയുന്നത് നമ്മുടെ സെബിയുടെ പവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സാറ്റ് അഥവാ സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽ ആണ്. It is a statutory body established under the provisions of Section 50K of the SEBI Act 1992. 1992 Act, SEBI Act പ്രകാരം 50K എന്ന് പറയുന്ന സെക്ഷനിലാണ് സാറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽ എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. Hear and dispose of appeals against order passed by the SEBI. അതായത് സെബി കാലങ്ങളായിട്ട് ഇറക്കി വരുന്ന ഓർഡേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള അപ്പീൽ അല്ലെങ്കിൽ യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ആ സമയത്ത് കേൾക്കാനായിട്ട് ഇരിക്കുന്നത് സാറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന 1992 നിലവിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സെബി ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഈ ഒരു ബോർഡാണ്, സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽ ആണ് ഈ പ്രശ്ന പരിഹാരത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കംപ്ലൈന്റ്സ് കേൾക്കാനായിട്ട് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പവേഴ്സ് ഓഫ് സാറ്റ് ആണ് പറയുന്നത്. റിക്വയർ ദ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനായിട്ടുള്ള പവർ ഒരു സാറ്റിനുണ്ട്. ഇഷ്യൂ കമ്മീഷൻസ് ഫോർ ദ എക്സാമിനേഷൻ ഓഫ് ദി ഡോക്യുമെന്റ്സ് ഓർ വിറ്റ്നസ്. അതായത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ വിറ്റ്നസ്സുകളെ എക്സാമിനേഷൻ ചെയ്യാനായിട്ടുള്ള കമ്മീഷൻസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റും നമ്മുടെ സാറ്റിനുണ്ട്. ഇതൊക്കെയാണ് റൈറ്റ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് കോമ്പോസിഷൻ ഓഫ് സാറ്റ് ആണ്. ആദ്യം പറയുന്ന ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടായിരിക്കും. ഈ പ്രിസൈഡിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 members ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് 2 മെമ്പേഴ്സിനെയും എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക.